السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العظيم. قال نبينا وسيدنا محمد صلى الله عليه وسلم: من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وجبت له الجنة. صدق الرسول النبي الكريم. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ അറിവിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങി അല്ലാഹ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ എത്താനുള്ള സർവ്വ വഴികളെയും അല്ലാഹു തആല തുറന്നു വച്ചിരിക്കുകയാണ്. സ്രഷ്ടാവിനാവശ്യം സൃഷ്ടികളുമായി എഴുകിച്ചേരലാണ്. സൃഷ്ടികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവിനെ കണ്ടുപിടിക്കാനും അവനിലേക്ക് ചേരാനുമുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് പരിശുദ്ധ റമളാൻ മാസത്തിനെ നോക്കിക്കാണേണ്ടത്. പൈശാചിക പ്രവണതകളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തി അല്ലാഹ് എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകൾ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അമലുകൾ, ഇത് എന്തിനു വേണ്ടിയാണ്? കേവലം കൂലി എന്ന ഒരു വർത്തമാനം പറയാറുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കലാ. നീ മുഖ്ലിസാകണം, നീ ആത്മാർത്ഥതയുള്ളവനാകണം. എന്താണ് ആത്മാർത്ഥത കൊണ്ട് അർത്ഥമാക്കുന്നത്? വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ, നീ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇല്ല തഖറുബ മിൻ ഇലാഹിക, അള്ളാഹുവിലേക്ക് അടുക്കലിനെ അല്ലാതെ മറ്റൊന്നിനെയും ഉദ്ദേശിക്കരുത് എന്നാണ്. അള്ളാഹുവിലേക്ക് അടുക്കലാണ് ഇബാദത്ത് കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത്. സ്വർഗവും നരകവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ രണ്ടാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് സൃഷ്ടികൾ അടുക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഫഅസ്ഹാബുൽ മൈമന, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ. മറ്റൊന്ന് വഅസ്ഹാബുൽ മശ്അമ, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ. മൂന്നാമതായി പറയുന്നത് വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, മത്സരാർത്ഥികൾ എന്നാണ്. നന്മയിൽ നല്ല കാര്യങ്ങളിൽ
മത്സരിച്ച് മുന്നോട്ട് വരുന്നവർ. ഉലൈക്കൽ മുഖറബൂൻ, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് സാമീപ്യം ലഭിക്കുന്നവർ, അള്ളാഹുവിനോട് അടുക്കുന്നവർ. ഈ മുഖറബീങ്ങളാവുകലാണ് പരിശുദ്ധ റമളാനിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്ന 2 ആയത്തുകൾ കാണാം. ഇതിൽ പറയുന്നത് നോമ്പ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ അല്ലാഹു തആല റമളാനിൽ മാസത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത് അത് നിങ്ങളെ പാകപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ന അർത്ഥത്തിലാണ്. എന്തിനാണ് പാകപ്പെടുത്തുന്നത്? നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല എന്ന് പ്രത്യേകം ആ ഖുർആനിൽ പറയുന്നുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല, നിങ്ങൾക്ക് എളുപ്പമുണ്ടാകുന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രയാസമുള്ള സമയത്ത് രോഗിയോ അതല്ലെങ്കിൽ യാത്രക്കാരനോ ആയിരിക്കുമ്പോൾ ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമില്ല, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഇതെല്ലാം അളവുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പിന്നെ പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ അങ്ങയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മനുഷ്യനെത്താൻ വേണ്ടിയുള്ള പാകപ്പെടുത്തലാണ് ഈ വ്രതാനുഷ്ഠാനം. നമുക്കറിയാം പല കാര്യങ്ങൾക്ക് വേണ്ടിയും ചില ചാന്ദ്രയാത്രകൾ നടത്തുമ്പോൾ അതിനുവേണ്ടി പാകപ്പെടുത്തിയെടുക്കുന്ന ചില പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്ര വലിയൊരു ബഹിരാകാശ യാത്രയ്ക്ക് മനുഷ്യൻ സജ്ജമാവുകയുള്ളൂ. എന്ന പോലെ അള്ളാഹുവായ സ്രഷ്ടാവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കണമെങ്കിൽ അവൻ്റെ ഹൃദയങ്ങളിൽ പാപങ്ങളുടെ കറകൾ ഉണ്ടാകരുത്. അവൻ്റെ ഹൃദയത്തിന് അതിന് മാത്രം അള്ളാഹുമായിട്ടുള്ള സുതാര്യത കൈവരിക്കാൻ സാധിക്കണം. അത്രയും ഇഷ്ടമാണ് പടച്ച തമ്പുരാന് നമ്മളോട്. നമ്മളെ ഉമ്മ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും നമ്മുടെ മാതാവോ പിതാവോ നമ്മുടെ ഭാര്യയോ സന്താനങ്ങളോ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ തന്നെ പടച്ച തമ്പുരാൻ, അവനുമായി ഇഴുകിച്ചേരണം, അവനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഒരിക്കലും പേടിക്കാനല്ല, സൂക്ഷിക്കുന്നത് അവൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തെയാണ്. നീ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഭയക്കണം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ എന്നിങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിലെ വാക്കുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിനെ ഭയക്കലാണ്. എന്താണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിനെ ഭയക്കാൻ പറയുന്നത്? അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് നീ മാറി നിന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. ഈ ഭയമാണ് നമ്മെ ഭരിക്കേണ്ടത്. റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ത്? അതൊന്നും അള്ളാഹു മറച്ചു വെച്ചില്ല. റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത്? അതും മറച്ചു വച്ചില്ല. അതൊരു പ്രവാചകരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നാലിന്ന കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ്, ഇന്നാലിന്ന കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ല. ഇങ്ങനെ മനസ്സിലായ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു പഠിപ്പിക്കലല്ല, അവിടെ നിന്ന് ജീവിച്ച് മാതൃകാപരമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ പോകുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ അടിമയായി മാറി എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പറയുന്ന ആയത്തിൽ തൻ്റെ അടിമയുമായി രാപ്രയാണം നടത്തിയ പടച്ച തമ്പുരാൻ എത്ര പരിശുദ്ധൻ എന്ന് പറയുന്നതിൽ ആ അടിമ കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
ആ അടിമത്തത്തിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത്. അങ്ങനെയാകുമ്പോഴോ അപ്പോൾ പിന്നെ ശിക്ഷയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പ്രതിസന്ധികളോ ഒന്നും പ്രശ്നമല്ലാതെ വരും. കാരണം നമ്മുടെ ഏറ്റവും പ്രിയതമ, നമ്മുടെ പ്രേയസി, ആ പ്രേയസിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ആ പ്രേയസിക്ക് ഇഷ്ടമില്ലാത്തത് നാം ചെയ്താൽ എന്ത് സംഭവിക്കും? ആ പ്രേയസി നാമുമായി പിണങ്ങുകയോ അതല്ലെങ്കിൽ നാമുമായി വിട്ടുപോവുകയോ ചെയ്യും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന, ഒരു ചതിക്ക് വേണ്ടിയല്ല, നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു ഉദാഹരണമായി പറയുന്നുണ്ട്. രണാങ്കണത്തിൽ നഷ്ടപ്പെട്ട കൈക്കുഞ്ഞിനെ തേടി നടക്കുന്ന ഉമ്മയെ നോക്കിക്കൊണ്ട് അവസാനം ആ കൈക്കുഞ്ഞിനെ ഉമ്മയുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ആ ഉമ്മ അതിനെ വാരിപ്പുണരുന്നത് കണ്ടുകൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള കാരുണ്യം, ആ കുഞ്ഞിന് ആ ഉമ്മയോടുള്ള സ്നേഹം, ഇതിൻ്റെ എല്ലാം അപ്പുറത്താണ് നിൻ്റെ റബ്ബിന് നിന്നോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ എത്രമേൽ നമ്മെ റബ്ബ് സ്നേഹിക്കുന്നുണ്ട്. ആ റബ്ബിന് വേണ്ടിയുള്ള സമയങ്ങൾ, അവനുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ എത്ര നമുക്ക് തന്നു. ഒരു ദിവസത്തിൽ 5 തവണ റബ്ബുമായി നേരിട്ട് സംഭാഷണം നടത്താനുള്ള സമയങ്ങളാണ് നിസ്കാരങ്ങൾ. ആ നിസ്കാരങ്ങളിൽ റബ്ബുമായി മനസ്സറിഞ്ഞുകൊണ്ട് ഏകാന്തതയിൽ അതല്ലെങ്കിൽ മാനസികമായി അവനുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുന്ന സമയത്ത് പോലും മറ്റുള്ള ചിന്തകളിലേക്ക് പോകുന്നത് എങ്ങനെ ഇഷ്ടപ്പെടും? ആ ചിന്തകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ആ പടച്ച തമ്പുരാനുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് പരിപൂർണമായും അവന് വേണ്ടി സമർപ്പിക്കുക. അതിന് ഏറ്റവും ഉദാത്തമായ ഒരു സമയത്തിന് വേണ്ടി പിശാച് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ബന്ധനസ്ഥനാക്കി. കാരണം മനുഷ്യനെ വഴിതിരിപ്പിക്കുന്നതിൽ 2ാം പ്രതി പിശാച് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അവനെ ബന്ധനസ്ഥനാക്കി. പിന്നീടുള്ള പ്രശ്നമുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളാണ്, ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾക്ക് തടയിടാൻ വേണ്ടി അള്ളാഹു പകൽ സമയത്ത് ഭക്ഷണ പാനീയങ്ങൾ മാറ്റിവെക്കൽ നിയമമാക്കി. ഇതെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ശരീരം പാകപ്പെടണം, നമ്മുടെ മനസ്സിന് പാകപ്പെടണം, നമ്മുടെ ആത്മാവിന് പാകപ്പെടണം. അങ്ങനെ റബ്ബുമായിട്ട് എഴുകിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് ഖബറിലെ ശിക്ഷ പ്രശ്നമല്ല, പിന്നെ അവന് നരകശിക്ഷ പ്രശ്നമല്ല. കാരണം അല്ലാഹു തആല കൂടെയുണ്ട്, പടച്ച തമ്പുരാൻ നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൂടെ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ പരിശുദ്ധ റമളാനിൽ നമുക്ക് ഓഫറുകൾ ഇട്ട് തന്നത്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ 10 ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിക്കാനുള്ള, ഏതൊരാൾക്ക് വേണമെങ്കിലും ചോദിക്കാനുള്ള അവസരമായിരുന്നു. ഈ സമയത്ത് ആർക്കും ചോദിക്കാം, ഏത് രീതിയിലും ചോദിക്കാം. നിബന്ധനകളില്ല, പ്രതിസന്ധികളില്ല, പ്രശ്നങ്ങളില്ല, തടസ്സങ്ങളില്ല. ചോദിച്ചോ അവന് നൽകും, പക്ഷേ മനസ്സറിഞ്ഞ് ചോദിക്കണമെന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലാഹുമ്മ റഹംനി, അള്ളാഹുവേ എന്നോട് കരുണ കാണിക്കണേ, യാ അർഹമർ റാഹിമീൻ, കരുണ നൽകുന്നവൻ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ എന്ന് പറയുന്നത്. 2ാമത്തെ മഗ്ഫിറത്തിൻ്റെ 10 അതും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. ആ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും മഗ്ഫിറത്തിനെ ചോദിക്കാം. അവൻ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ആ തെറ്റിൽ നിന്നെല്ലാം അവന് മോചനം നൽകാനുള്ള വഴികളുണ്ട്. അതിന് പ്രത്യേക നിബന്ധനകളില്ല. കൈകൾ ഉയർത്തുക, മനസ്സ് തുറന്ന് പറയുക, ഇങ്ങനെ വന്നാൽ റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കും. 3ാമത്തെ 10 നമുക്കറിയാം, നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിക്കുകയാണ്. എന്തിനാണ് നരകമോചനം? നരകത്തിലെത്തിയിട്ടില്ലല്ലോ, പിന്നെന്തിനാ മോചനം? പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്നിൻ്റെ സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ഒഴുക്ക് അത് നരകത്തിൻ്റെ വഴിയിലൂടെയുള്ള ഒഴുക്കാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, ആ വഴിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആ ഒഴുക്കിനെതിരെ ശക്തമായി നീന്തിയെങ്കിൽ മാത്രമാണ് സ്വർഗം കരഗതമാകുന്നത്. അങ്ങനെ എല്ലാ നിലക്കും റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഈ റമളാൻ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കുക, അവൻ്റെ സ്നേഹം മനസ്സിലാക്കുക, അവൻ്റെ കാരുണ്യം മനസ്സിലാക്കുക. അവൻ എന്നും റെഡിയാണ്, അവൻ ഒരിക്കലും അപ്രാപ്യനല്ല. നമ്മളോടൊരിക്കലും ഞാൻ രാജാതിരാജനാണ്, എൻ്റെ അടുക്കലേക്ക് വരരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവനൊരു ക്രൂരനാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. അവൻ ഏറ്റവും നമ്മോട് ഇഷ്ടമുള്ളവനാണ്, നമ്മളോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ്. എന്നിലേക്ക് വന്നോളൂ, എന്നിലേക്ക് അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകൾ, എൻ്റെ പ്രിയപ്പെട്ടവർ
മുനവ്വർ എന്ന നിലക്ക് മനസ്സിനോട് അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ എത്രയോ ആയത്തുകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സുൻ, ഓരോ ശരീരവും ചിന്തിക്കട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താണ് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹു തആല അറിയുന്നുണ്ട്. ഈ പറയുന്നതിൽ 2 തവണ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട് ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. എന്താണ് ഈ സൂക്ഷ്മത? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു കൂടെയുണ്ട് എന്ന സൂക്ഷ്മതയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് അവൻ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുതേ. ഒരു ഹറാമിലേക്ക് തിരിയാൻ തോന്നിയാൽ, പടച്ചവനെ, എൻ്റെ റബ്ബൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ ഒരു ഹറാമിലേക്ക്, അവൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്നാണല്ലോ ഹറാം എന്നതിൻ്റെ അർത്ഥം, ഞാൻ എങ്ങനെ അതിലേക്ക് തിരിയും? അതുപോലെ ഒരു തെറ്റിലേക്ക് മനസ്സ് ചാഞ്ചല്യപ്പെടുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ പാടില്ലല്ലോ. പക്ഷേ നമ്മുടെ ശരീരം എത്രയോ, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ, എൻ്റെ ശരീരത്തിനെ ഞാൻ ഒഴിവാക്കുന്നില്ല എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു സാഹചര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നല്ലോ. എൻ്റെ ശരീരത്തിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ, തീർച്ചയായും ശരീരം തിന്മ കൊണ്ട് ശക്തമായി കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും തിന്മ കൊണ്ട് കൽപ്പിക്കുകയാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് അനുഗ്രഹിച്ചാലൊഴികെ, ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യമുള്ളവനുമാകുന്നു. അപ്പോൾ ഈ റബ്ബിലേക്ക് അടുക്കാനുള്ള നമ്മുടെ ഒന്നാമത്തെ ശത്രു നമ്മുടെ ശരീരമാണ്, രണ്ടാമത്തെ ശത്രു പിശാചാണ്, മൂന്നാമത്തെ ശത്രു നമ്മുടെ സാഹചര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളോടും യുദ്ധം ചെയ്ത് ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന് പിന്നെ ദുന്യാവിലും അവൻ്റെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിലായിരിക്കും, അതോടൊപ്പം ആഖിറത്തിലും അവൻ സ്വർഗത്തിലാണ്, അവൻ ഉല്ലാസത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിന് ആരെങ്കിലും ഭയന്നാൽ ജന്നത്താൻ, അവന് 2 സ്വർഗമുണ്ട് എന്ന് പറയുന്നത്. ഭയക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഭയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അള്ളാഹുമായി ഇഴുകിച്ചേർന്ന് അള്ളാഹുമായി മനസ്സ് പങ്കുവെച്ച് എല്ലാ സമയത്തും റബ്ബുമായി അടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥനകൾ പോലും നമുക്കറിയാമല്ലോ. എന്തിനാണ് പ്രാർത്ഥന? അള്ളാഹുവിന് അറിയൂലേ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്ന്? അള്ളാഹുവിന് അറിയില്ലേ നമുക്ക് എന്തെല്ലാം ആവശ്യമില്ല എന്ന്? കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്നു, അതുപോലെ കച്ചവടത്തിൽ ബിസിനസ്സിന് പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ റബ്ബിന് ഇതെല്ലാം അറിഞ്ഞുകൂടെ? തീർച്ചയായിട്ടും അള്ളാഹുവിന് അറിയാം. പക്ഷേ അള്ളാഹുവിന് ആവശ്യം റബ്ബുമായി ഒഴിഞ്ഞിരുന്ന് സംസാരിക്കുന്നതാണ്. അള്ളാഹുമായിട്ട് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കുക, ആ സംസാരം റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾക്ക് പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം നൽകും. പക്ഷേ മറ്റു ചിലർക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാൻ വൈകുന്നത് പോലും അവനുമായിട്ടുള്ള സംസാരം കുറയാതിരിക്കാനാണ്. നമുക്കറിയാമല്ലോ, നാം ഒരാളെ സ്നേഹിച്ചാൽ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ അവരുമായി സംസാരിക്കലാണ്. ഈ സംസാരം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ തരുന്നത്. ആ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒഴിഞ്ഞിരുന്നു കൊണ്ട് മനസ്സറിഞ്ഞ് കണ്ണുപൊട്ടിക്കൊണ്ട്, പഠിച്ച തമ്പുരാനെ, നീ എനിക്കെത്ര അനുഗ്രഹങ്ങളാ ചെയ്തത്, പക്ഷേ നിന്നോട് തിരിച്ച് അതിന് നന്ദി ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ എന്ന കണ്ണീരോടുകൂടെ, പഠിച്ച തമ്പുരാനെ എനിക്കിന്നത് ചെയ്തു തരണേ, ഇന്നത് വേണം എന്നിങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാം. അവിടുന്ന് തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യം, തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് പോലും മനുഷ്യനെത്താൻ സാധ്യമല്ലാത്ത വിധം അത്രമേൽ ചൂടുണ്ടായിരുന്ന ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു വലിയ മുളയിൽ വലിച്ചു കെട്ടി അമ്പെയ്യുന്നത് പോലെ എറിയാൻ വേണ്ടി വലിച്ചു പിടിച്ച സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്നത്, അല്ലയോ ഇബ്രാഹിം, എന്തെങ്കിലും ആവശ്യമുണ്ടോ?
എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ സമയത്തുള്ള മറുപടി എന്താ? നിന്നിൽ നിന്നുള്ള സഹായമാണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്കെൻ്റെ റബ്ബുണ്ട്, എനിക്കെൻ്റെ രക്ഷിതാവുണ്ട്, അവനൊരിക്കലും എന്നെ പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം മലാഖ പറയുന്നു, അള്ളാഹുവാണ് പറഞ്ഞയച്ചത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് ഈ സമയത്ത് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്ന റബ്ബിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താവശ്യമുണ്ടെന്ന് ചോദിക്കേണ്ടതില്ല എന്ന് പറയുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ആ തീജാലയോട് അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്, ഒരു രോമത്തെ പോലും കരിച്ചു കളയരുത്. ഒരു AC ആയിക്കൊണ്ട്, എയർ കണ്ടീഷനായിക്കൊണ്ട് കൂളായിട്ടുള്ള ഒരു സാഹചര്യമാക്കി മാറ്റണം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അർപ്പണബോധം ഉയർന്നെങ്കിൽ അവരൊക്കെയാണ് നമ്മുടെ മാതൃക. ആ പ്രവാചകന്മാരിലൂടെ നമുക്ക് പടച്ച തമ്പുരാനെ കണ്ടെത്താൻ സാധിക്കണം. അവൻ സ്നേഹമാണ്, അവൻ കാരുണ്യമാണ്, അവൻ ഏറ്റവും കൂടുതൽ ദയാലുവാണ്. നമ്മെ ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല. നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ തരാനും നമ്മുടെ പാപങ്ങൾ പുറത്ത് പരിശുദ്ധി വരുത്താനും. പിന്നെ എന്തിനാ ഇത്രയും സംവിധാനങ്ങൾ? അതേത് സ്ഥലത്തും ഉണ്ടാവുമല്ലോ. അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരിക്കലും അവൻ ശിക്ഷിക്കുന്നവനാണ് എന്നല്ല, അവനെ പേടിക്കണം എന്നല്ല പരിചയപ്പെടുത്തേണ്ടത്. അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തവനാണ്, കാഴ്ച തന്നവനാണ്, കേൾവി തന്നവനാണ്. അവനെ സ്നേഹിക്കണം എന്ന അർത്ഥത്തിലേക്കായിരിക്കണം. മറ്റെല്ലാം സംവിധാനങ്ങളാണ്. ഓരോ രാജ്യത്തിനും ഉള്ള സംവിധാനങ്ങളെപ്പോലെ ഇവിടെ ജയിലുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട് എന്നല്ലല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നാം പരിചയപ്പെടുത്തുന്നത്. എത്രയോ നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് എന്നല്ലേ നാം പരിചയപ്പെടുത്തേണ്ടത്. ബാക്കിയെല്ലാം സംവിധാനങ്ങളാണ്. എന്ന പോലെയുള്ള സംവിധാനങ്ങൾ മാത്രമാണ് പടച്ച തമ്പുരാൻ്റെ ഖബറും ശിക്ഷയും നരകവുമെല്ലാം. അതല്ലാതെ അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പേടിപ്പിക്കുന്നതിന് പകരം അള്ളാഹു ചെയ്ത എത്രയോ കോടിക്കണക്കായ അനുഗ്രഹങ്ങളെ പറഞ്ഞ് അവനെ ഇഷ്ടപ്പെടുത്താനാണ് നമ്മൾക്ക് ശ്രമിക്കേണ്ടത്. പടച്ച തമ്പുരാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.